ആയാലോ? നമുക്കിന്നൊരു സൂപ്പർ ഡെലീഷ്യസ് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയാലോ? നോക്കാം എങ്ങനെ ചെയ്യാം. നമ്മുടെ ബീഫ് റോസ്റ്റിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്രഷർ കുക്കറിലേക്ക് 1 കിലോ ബീഫ് കഴുകി നുറുക്കിയത് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് മല്ലിപ്പൊടി, ഉപ്പും പെരിഞ്ജീരകവും, ഒരു 2 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും, ഗരം മസാലാസും, ഇത് പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം, കുരുമുളക് പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാം. ഇതിലേക്ക് ഒരല്പം വിനാഗിരിയും കുറച്ച് കറിവേപ്പിലയും കുറച്ച് സവോളയും കൂടെ ചേർത്ത് നമുക്ക് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ഇപ്പോൾ നല്ലപോലെ എല്ലാ പീസിലും ഗ്രേവി പിടിച്ചിട്ടുണ്ട്. നമുക്കിതിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വേണം. അത് ചൂടായി വരുമ്പോഴത്തേക്കിനും നമുക്ക് അല്പം പെരിഞ്ജീരകം ഒന്ന് പൊട്ടിക്കാം. നമുക്കതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. അരിഞ്ഞ് ചേർക്കണം എന്നുണ്ടെങ്കിൽ അരിഞ്ഞ് ചേർക്കാം, കുഴപ്പമില്ല. ഇതിലേക്ക് ഒരു 2 പച്ചമുളക് അരിഞ്ഞത്, നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർക്കാം. ഏകദേശം ഒരു 2 വലിയ സവോള അരിഞ്ഞിരിക്കുന്നതാണ്. ഇത് നല്ലപോലെ ഒന്ന് വഴണ്ട് വരണം. അതിന് വേണ്ടിയിട്ട് നമുക്കതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 2 തക്കാളി അരിഞ്ഞ് വെച്ചത് ചേർക്കാം. ഇത് നല്ലപോലെ ഒന്ന് വെന്ത് ഉടഞ്ഞു വരണം. ഇപ്പം നമ്മളുടെ തക്കാളിയും സവോളയും നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും ഒരല്പം മുളക് പൊടി, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് കുരുമുളക് പൊടിയും, ഒരു ചെറിയ സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്കിതിലേക്ക് അല്പം കറിവേപ്പില ചേർക്കാം. മസാലയുടെ പച്ചമണം നല്ലപോലെ മാറണം. നമ്മുടെ മസാലാസ് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ബീഫ് സ്റ്റോക്ക് ചേർക്കാം. ഇത് നമ്മൾ ബീഫ് വേവിച്ച് എടുത്ത വെള്ളമാണ്. ആ സ്റ്റോക്കും കൂടി ഒഴിച്ച് നമ്മൾ നല്ലപോലെ ഇളക്കി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ബീഫ് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് അല്പം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇത് കട്ടി തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. ആ തേങ്ങാപ്പാലിനകത്ത് കിടന്ന് ആ ഗ്രേവി, ആ ബീഫും നല്ലപോലെ ഒന്ന് മസാലയൊക്കെ പിടിച്ച് വരണം. ഇത് നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ ആയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിനി സെർവ് ചെയ്യാം. ഇത് നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡിയാണ്.
നമുക്കിനി ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. ബീഫ് റോസ്റ്റിന് എപ്പോഴും കോമ്പിനേഷൻ പൊറോട്ട തന്നെയാണ്. ഞാനും ഒട്ടും കുറച്ചില്ല. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്.